നിറങ്ങളുടെ നിത്യവസന്തമാണ് ഓർക്കിഡ് പുഷ്പങ്ങൾ. സപ്തവർണ്ണങ്ങൾ ചാലിച്ചൊരുക്കിയ സുന്ദര ശില്പം പോലെ വീടിനു ചുറ്റും ഓർക്കിഡ് ചെടികൾ വിടർത്തുന്ന തൂങ്ങുന്ന പൂന്തോട്ടം എത്ര മനോഹരമാണ്. ഓർക്കിഡിൽ 35,000 വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഇവയിൽ പലതിനും ജന്തുജാലങ്ങളോട് രൂപസാദൃശ്യമുണ്ട്. ചിലന്തിയോട് സാദൃശ്യമുള്ള അരാക്നിസ്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയെപ്പോലെ ഒൻസിഡിയം, നിശാശലഭത്തോട് സാമ്യമുള്ള ഫെലനോപ്സിസ്, പൂവിനുള്ളിൽ വെള്ളരിപ്രാവ് ചിറകു വിടർത്തുന്ന ഡവ് ഓർക്കിഡ് എന്നിവ സർവ്വസാധാരണമായ ഓർക്കിഡ് ഇനങ്ങളാണ്. ഡെൻഡ്രോബിയം പലതരത്തിലുണ്ട്. സോണിയ, കോപ്പർ ക്യൂൻ എന്നിങ്ങനെ. ഹോൾട്ടുമാറ, റെണനോപ്സിസ്, കാറ്റ്ലിയ, വാൻഡ, അരാൻഡ, മൊക്കാറ റെഡ്, മൊക്കാറ ഗോൾഡ് തുടങ്ങിയവയും നമ്മുടെ നാട്ടിൽ നന്നായി വളരും, പൂക്കും. 20 മുതൽ 5,000 രൂപ വരെ വിലയുള്ള ചെടികൾ ഓർക്കിഡ് നഴ്സറിയിൽ ലഭ്യമാണ്. മൊക്കാറയ്ക്ക് 500 രൂപയുള്ളപ്പോൾ സങ്കര ഇനമായ റെനാൻഡയ്ക്ക് ചെടിയൊന്നിന് 2,000 രൂപയാണ് വില. വളരെ കാലം വാടാതെ നിൽക്കുന്ന ഓർക്കിഡ് പൂക്കൾ പുഷ്പാലങ്കാരത്തിന് ഏറെ അനുയോജ്യമാണ്. ബൊക്കെ നിർമ്മാണത്തിനും ഇവ കൂടിയേ തീരൂ. വിവാഹവേളയിലും ജന്മദിനാശംസകൾ നേരാനും പൂക്കൾ സമ്മാനിക്കുന്ന പുഷ്പ സംസ്കാരമുള്ള വിദേശങ്ങളിൽ ഓർക്കിഡ് പൂക്കൾക്ക് ഏറെ ഡിമാൻഡുണ്ട്. ഓർക്കിഡ് കൃഷിയിൽ മുൻപന്തിയിലുള്ള തായ്ലൻഡ്, ഹോളണ്ട്, മലേഷ്യ എന്നീ രാജ്യങ്ങൾ പുതിയ പുതിയ നിറവും രൂപവുമുള്ള ഓർക്കിഡ് പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് അന്താരാഷ്ട്ര വിപണിയിലെത്തിച്ച് പണം കൊയ്യുകയാണ് ഇന്ന്. ഈ രാജ്യങ്ങളിൽ ചെലവേറിയ ഗ്ലാസ് ഹൗസും ഗ്രീൻ ഹൗസുമൊക്കെ നിർമ്മിച്ച് അതിനുള്ളിലാണ് ഓർക്കിഡ് വളർത്തുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മഴയും മഞ്ഞും വെയിലും കൈകോർക്കുന്ന കേരളത്തിലെ കാലാവസ്ഥ ഓർക്കിഡിന് വളരെ ഇഷ്ടമാണ്. ഇവിടെ തുറന്ന അന്തരീക്ഷത്തിൽ തന്നെ ഓർക്കിഡ് വളർത്താം. അത്യാവശ്യം വെയിൽ നിയന്ത്രിക്കുന്നതിനുള്ള തണൽ വലകൾ കെട്ടിക്കൊടുത്താൽ മതി. ഓർക്കിഡ് ഇനങ്ങളിൽ ഏറിയ പങ്കിനും മണ്ണ് ഇഷ്ടമല്ല. അധികം വെള്ളം കെട്ടി നിൽക്കുന്നത് വേര് ചീയുന്നതിനുമിടയാക്കും. അതിനാൽ വശങ്ങളിൽ ദ്വാരമുള്ള ചട്ടികളാണ് ഓർക്കിഡ് വളർത്താൻ നല്ലത്. തൊണ്ട്, ചിരട്ട എന്നിവയിലും വളർത്തുന്നവരുണ്ട്. ഓടിൻ കഷണം, മരക്കരി എന്നിവയാണ് ഓർക്കിഡിന്റെ പ്രിയപ്പെട്ട മാധ്യമം. ചട്ടിയിൽ അടിവശത്തായി ഓടിൻ കഷണം നിരത്തുക. അതിനു മുകളിൽ പകുതി വരെ കരിക്കട്ടയിട്ട് ഓർക്കിഡ് ചെടി നടാം. തുടർന്ന് ചുറ്റിനും കരിക്കഷണം ഇട്ടു നിറച്ച് ചെടി ഉറപ്പിച്ചു നിർത്തണം. ഈ ചട്ടി ഉചിതമായ സ്ഥലത്ത് തൂക്കിയിടാം. വെള്ളവും വളവും അധികം ഇഷ്ടപ്പെടാത്ത ചെടിയാണ് ഓർക്കിഡ്. അതിനാൽ നന അത്യാവശ്യത്തിന് മതി. വളപ്രയോഗത്തിലും നല്ല ശ്രദ്ധ വേണം. ഉണക്കിപ്പൊടിച്ച ചാണകം നല്ല ജൈവവളമാണ്. തേങ്ങാവെള്ളം, ചാണകത്തെളി, ഗോമൂത്രം എന്നിവ വെവ്വേറെയായി നേർപ്പിച്ച് തളിക്കുന്നതും നല്ലതാണ്. രാസവളമായി 17-17-17 മിശ്രിതം ഉപയോഗിക്കാം. ഇത് 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. ഓർക്കിഡ് ചെടികൾക്ക് ഇലകളിൽ കൂടിയും ജലവും ലവണവും വലിച്ചെടുക്കാൻ കഴിയും. അതിനാൽ ചെടിച്ചുവട്ടിൽ മാത്രമല്ല ഇലകളിലും വീഴത്തക്ക വിധം വെള്ളവും വളവും നൽകുവാൻ ശ്രദ്ധിക്കണം. ഓർക്കിഡ് ചെടികൾ വേഗം പൂക്കുവാൻ സഹായിക്കുന്ന ഒരു സൂക്ഷ്മ മൂലക മിശ്രിതം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ചേരുവ ഇപ്രകാരമാണ്: പൊട്ടാസ്യം നൈട്രേറ്റ്,
2.63 ഗ്രാം, അമോണിയം സൾഫേറ്റ് 0.44 ഗ്രാം, മഗ്നീഷ്യം സൾഫേറ്റ് 2.04 ഗ്രാം, മോണോ കാൽസ്യം ഫോസ്ഫേറ്റ് 1.09 ഗ്രാം, കാൽസ്യം സൾഫേറ്റ് 4.86 ഗ്രാം, ഫെറസ് സൾഫേറ്റ് 0.5 ഗ്രാം, മഗ്നീഷ്യം സൾഫേറ്റ് 0.22 ഗ്രാം. ഇവ 4 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് തളിക്കേണ്ടത്. വളത്തിന്റെ അളവ് കൂടിയാൽ കീടരോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. ഓർക്കിഡിന്റെ പ്രധാന ശത്രുകീടങ്ങൾ ശൽക്കപ്രാണികളും ഒച്ചുമാണ്. നീരൂറ്റി കുടിക്കുന്ന ശൽക്കപ്രാണികളെ 1.5 മില്ലി ലിറ്റർ നുവാക്രോൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഉപയോഗിച്ച് നിയന്ത്രിക്കാം. തളിരിലെയും പുതുമുളകളും നശിപ്പിക്കുന്ന ഒച്ചിനെ കൈകൊണ്ട് പെറുക്കി നശിപ്പിക്കാം. ഇല മഞ്ഞളിപ്പ്, മണ്ടയഴുകൽ, വേരുചീയൽ എന്നീ രോഗബാധയുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഫോൾട്ടാഫ് എന്ന കുമിൾനാശിനി 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചാൽ മതി. ഓർക്കിഡ് വെറുമൊരു പൂച്ചെടി മാത്രമല്ല, ആദായകരമായ ഒരു വിള കൂടിയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ഓർക്കിഡ് വളർത്തുന്നവർ വിപണി സാധ്യത മനസ്സിലാക്കി 1-2 ഇനം തെരഞ്ഞെടുത്ത് കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. കുറഞ്ഞത് 1000 ചെടികളെങ്കിലും വളർത്തണം. ഒരു ഓർക്കിഡിന് 1 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം. ഡെൻഡ്രോബിയം ഇനത്തിലുള്ള 1000 ചെടി വളർത്തുവാൻ 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ ചെലവ് വരും. ഇക്കാലയളവിൽ പൂവിൽപ്പനയിലൂടെ 2.5 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കാം. നടീൽ വസ്തു വിറ്റ് കിട്ടുന്ന ലാഭം വേറെ. ധനകാര്യ സ്ഥാപനങ്ങൾ ഓർക്കിഡ് കൃഷിക്ക് ആവശ്യമായ വായ്പ നൽകുന്നുണ്ട്. പൂക്കളോട് താൽപ്പര്യവും അവയെ പരിചരിക്കാൻ ഇത്തിരി സമയവുമുള്ള ആർക്കും ഓർക്കിഡ് കൃഷിയിൽ ഒരു കൈ നോക്കാവുന്നതേയുള്ളൂ.